ഹായ്, വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചും ഭാവിയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയെക്കുറിച്ചുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഇതിന്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം? ഈ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം? ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം? ഒരു ഹോസ്പിറ്റലിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ്. ഹോസ്പിറ്റലിനെ മെയിനായി നമുക്ക് രണ്ടായി തരംതിരിക്കാം: മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി, നഴ്സിംഗ്, ലബോറട്ടറി സർവീസ്, എക്സ്റേ സർവീസ്, എക്സെട്ര. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റാണ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് റിസപ്ഷൻ, അക്കൗണ്ട്സ്, ബില്ലിംഗ്, ഡോക്യുമെന്റേഷൻ കൺട്രോൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ്, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, എക്സെട്ര. അപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ വിജയത്തിന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെയും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെയും കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ പേഷ്യൻസിന് മികച്ച രീതിയിലുള്ള സേവനം ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. ഇനി ഈ ഒരു കോഴ്സിന്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം? ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനുദിനം ഹോസ്പിറ്റലിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിലും വളരെയധികം ജോലി സാധ്യതകൾ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാം? ഈ കോഴ്സ് വ്യത്യസ്ത രീതിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് MBAയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. BBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നിർബന്ധമായി കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം? അപ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഇന്റർപേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. പ്രധാനമായും ഈ കുട്ടികളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഡിപ്പാർട്ട്മെന്റാണ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്കറിയാം നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലാണ് വർക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പേഴ്സണാലിറ്റി, അതേപോലെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി, പ്രസൻറ്റേഷൻ സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണ് ഈ മേഖലയിലുള്ളത്. അപ്പോൾ കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ സബ്ജക്ട് നോളജിൻ്റെ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്.